Hello friends, today we are going to discuss about Your Lie in April anime. ഈ അനിം റിലീസ് ചെയ്തത് 2014 കേരളത്തിൽ ഇത് ഒരു അണ്ടർ റേറ്റഡ് അനിമയാണ്. ഇത് പിന്നെ ഒരു സ്പെഷ്യൽ അനിമയാണ്. ഏപ്രിൽ മാസത്തിൽ എല്ലാവരും ഇത് റീവാച്ച് ചെയ്യും. അതിന് കാരണം ഇതിൻ്റെ നെയിം തന്നെയാണ് യുവർ ലൈ ഇൻ ഏപ്രിൽ. ഏപ്രിലിനെ ഇതിൽ എടുത്തു കാണിക്കുന്നു. അതുകൊണ്ടാണിത് എല്ലാവരും ഏപ്രിൽ മാസത്തിൽ തന്നെ റീവാച്ച് ചെയ്യുന്നത്. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് അനിമയാണ്, ഒരു സ്ലൈസ് ഓഫ് ലൈഫ് അനിമയാണ്. ഇതിൽ സ്കൂൾ ലൈഫ് എന്താണെന്ന് കാണിച്ചു തരുന്നു. ഫ്രണ്ട്ഷിപ്പിൻ്റെ മനോഹരമായ നിമിഷങ്ങൾ, എന്താണ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഇതൊരു മ്യൂസിക്കൽ അനിമ കൂടിയാണ്. ഇതിൽ ഒരുപാട് മ്യൂസിക് ഉണ്ട്, നിങ്ങളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള മ്യൂസിക് ഉണ്ട്. ഇൻട്രോ സോങ് വളരെ പോപ്പുലറായിട്ടുള്ള ഇൻട്രോ സോങ് ആണ്. ഇതിലുള്ള ഒറ്റൊരു എപ്പിസോഡ് പോലും ലാഗ് അടിക്കില്ല. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അനിമയാണ്. 22 എപ്പിസോഡേ വരുന്നുള്ളൂ. വേണമെങ്കിൽ ഒറ്റ ഇരിപ്പിന് തന്നെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് ഫീൽ ഗുഡാണ്. ഒരുപാട് നല്ല ഫീൽ ഗുഡ് സീൻസ് ഇതിലുണ്ട്. ഇതിൽ എടുത്തു പറയാൻ ആകെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒരു 4, 5, 6 മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ അവരുടെ ലൈഫുമാണ് പറയുന്നത്. അവരുടെ ലൈഫ് ഇതിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആ ക്യാരക്ടറിനെ എടുത്തു കാണിച്ചു തരും. ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ആ ക്യാരക്ടറിന് ഡീപ്പായി നമുക്ക് മനസ്സിലാക്കി തരും. ഒരിക്കലും ബോറടിക്കില്ല. ഇതിലുള്ള ക്യാരക്ടറിനെ ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്രയ്ക്ക് ഇമോഷണലി ആ ക്യാരക്ടേഴ്സ് നമ്മളുമായി കണക്റ്റ് ആകുന്നുണ്ട്. ഞാൻ ഒരുപാട് അനിമൽ സീരീസ് കണ്ടിട്ടുണ്ട്. അതിൽ വൺ ഓഫ് മൈ ഫേവററ്റ് ആണിത്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് അറീമ കോസെ. അവൻ്റെ ലൈഫാണ് ഇതിൽ ഇമ്പോർട്ടൻ്റായി തന്നിരിക്കുന്നത്. അവനൊരു പിയാനോ ആർട്ടിസ്റ്റാണ്. അവൻ്റെ പിയാനോ ആർട്ടിസ്റ്റ് ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. അവന് പിയാനോടുണ്ടാകുന്ന ഇഷ്ടവും പിയാനോടുള്ള വെറുപ്പും എല്ലാത്തിനെയും എടുത്തു കാണിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കി തരുന്നു. അവൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവന് പിയാനോ വായിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതുകൊണ്ട് അവൻ പിയാനോ എന്നേക്കുമായി വായിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരിക്കും. അവനെങ്ങനെ അവൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും മറികടക്കുന്നതെന്ന് നമുക്ക് ഈ സീരീസിൽ എടുത്ത് കാണാം. ഒരിക്കലും ലാഗടിക്കാതെ സുഖമായി പോകുന്ന ഒരു സീരീസാണ്. മസ്റ്റ് വാച്ചാണ്. ഒരു അനിമ ഫാൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അനിമയാണിത്. അവൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കൗറിയും അവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിലെടുത്ത് കാണിക്കുന്നു. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരു പ്രത്യേക ഫീലാണ്. ഇതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീല് ഒരു 2-3 ദിവസം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്ട്രോങ് ഫീലുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീല് ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. അത്രയ്ക്കും മനോഹരമായിട്ടും ഡെപ്തായിട്ടുമാണ് ഈ സീരീസ് റേറ്റ് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ചാണ് ഗൈസ്. ഇതിൻ്റെ ആ ഒരു പ്ലോട്ട്, സ്റ്റോറി, സോങ്, BGM, ക്യാരക്ടേഴ്സ് എല്ലാവരും അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡൊന്ന് കണ്ടു നോക്കുക. ബാക്കിയുള്ള എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായും കാണും. അതിന് മാത്രം ഉള്ളതുണ്ട്. ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്തതായി ഏത് അനിമിൻ്റെ റിവ്യൂ വേണമെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എക്സ്പ്ലനേഷനും ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഗൈസ്.